ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ക്രാഫ്റ്റാണ്, പിസ്ത ഷെല്ല് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇതുപോലെ ലാവൻഡർ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വിത്തൗട്ട് ലീവ്സും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ വിത്ത് ലീവ്സാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. പിസ്ത ഷെല്ല് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്കിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഗ്രീൻ തിക്കായിട്ടുള്ള മെറ്റൽ വയർ വേണം. ഇത് ഇല്ലെങ്കിൽ നോർമൽ ക്രാഫ്റ്റ് സ്റ്റിക്കിൽ സാപ്പ് ഗ്രീൻ പെയിൻ്റ് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ മെറ്റൽ വയറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് പിസ്ത ഷെല്ലും, അതിന് കളർ കൊടുക്കാൻ പർപ്പിൾ കളർ ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ബ്ലൂ, റെഡ് ആൻഡ് വൈറ്റ് വെച്ചിട്ട് കളറ് മിക്സ് ചെയ്ത് ഷെയ്ഡ് കറക്റ്റാക്കി എടുത്ത് ചെയ്താൽ മതി. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തിൻ വയർ വേണം. പിന്നെ നോർമൽ വൈറ്റ് പേപ്പർ, അതിൽ സാപ്പ് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തിട്ട് ഈ വയർ വെച്ചിട്ടാണ് ലീഫ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഷെൽസിന് ഞാൻ പല ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. പർപ്പിളിൻ്റെ തന്നെ പല ഷെയ്ഡ്സാണ്. ഇതിൽ ബ്ലൂ കുറച്ച് കൂടുതലിട്ട കളേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതിന് കുറച്ച് റെഡ് കൂടുതൽ, പിന്നെ വൈറ്റ് കൂടുതൽ, അങ്ങനെ പല ഷെയ്ഡ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള സൈഡും കൂടെ പെയിൻറ്റ് ചെയ്യണം. അത് ഏത് ഷെയ്ഡാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മിക്സ് ചെയ്താൽ കൊടുത്താൽ മതി. ഇത് പല ഷെയ്ഡ്സ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ഭംഗി കൂട്ടും, ഇങ്ങനെ മിക്സഡ് കളേഴ്സ് വരുമ്പോഴത്തേക്കും. അതിന് വേണ്ടിയിട്ടാണ് പല ഷെയ്ഡ്സ് കൊടുത്തത്. ഇതുപോലെ ലീഫിന് 2 പീസ് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ വയർ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വയർ ജസ്റ്റ് ഒന്ന് മിഡിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത ലീഫിന് ആ പീസിന് മേളിൽ വെച്ചാൽ മതി. ഈ ലീഫിൻ്റെ ഉള്ളിൽ വയർ വെക്കുന്നത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വയർ വെക്കുന്നത്. ഇനി ഇതിന് ഗ്രീൻ കളർ കൊടുക്കും. സാപ്പ് ഗ്രീനാണ് ഞാൻ കൊടുക്കുന്നത്.
ഇനി ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒരു വയർ സ്റ്റിക്കിൽ ഇങ്ങനെ മൂന്ന് ഇവിടെ 3 അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവാണ്.